സുഖമായി ഉറങ്ങുന്നു. ഉണ്ണി ഉറങ്ങ്, ഉണ്ണി ഉറങ്ങ്, ഉണ്ണി ഉറങ്ങുറങ്ങ്. അല്ല ഹിന്ദുപ്പട്ടി വല്ലതും ആണത്? അല്ല മുസ്ലിം പട്ടി വല്ല? മുസ്ലിം പട്ടി ഇല്ലല്ലോ. ഹിന്ദുപ്പട്ടി ക്രിസ്ത്യാനി പട്ടിയുണ്ട്, മുസ്ലിം പട്ടി ഇല്ല അല്ലേ? പട്ടികളുടെ പേരൊക്കെ ശ്രദ്ധിച്ചാലേ ശരിയാ, പട്ടിയുടെ പേര് കൂടുതലും ക്രിസ്ത്യൻ പേരാണ്. ക്രിസ്ത്യൻ ആനയുണ്ടോ? ആന കുറവാ. ക്രിസ്ത്യൻ ആന കാണുമല്ലോ, പുറത്തൊക്കെ ഉണ്ടോ? അച്ചായനെന്നായിരിക്കും. ആന അച്ചായൻ. അയ്യോ, എല്ലാത്തിനും ശരിയാ. അങ്ങനത്തെ പേര് ആനക്ക് കൂടുതൽ ഹിന്ദു പേരാ നാട്ടില്. അല്ലാത്തൊരു ആനയൊക്കെ കാണുമായിരിക്കും. ആനകളും ഉണ്ട്, വളരെ കുറച്ചേ കാണത്തുള്ളൂ. പിന്നെ പട്ടിയുടെ പേര് കൂടുതലും പക്ഷെ ജിമ്മി, ജാക്കി, റോക്കി, കൈസർ, സീസർ, സീസർ, ടാർസൻ അങ്ങനെയൊക്കെ വരും. അല്ലാതെ ഇക്ബാൽ, മുഹമ്മദ് അല്ലേ, ജാഫർ എന്നൊക്കെ പേരുള്ള പട്ടിയില്ല. ആലിപ്പട്ടി അങ്ങനൊന്നും പട്ടിയില്ല. എലിപ്പട്ടി ഇത് ക്രിസ്ത്യൻ പട്ടി ആയതുകൊണ്ട് വലിയ വർഗീയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അവിടെ കിടന്നത്. അതിന്റെ പേര് ജാക്കി എന്നായിരിക്കും ഉറപ്പാ. എല്ലാവനോട് വരത്തില്ല. അവനറിയാം കേറി കിടക്കേണ്ട സ്ഥലമേ. മുസ്ലിം പള്ളിയിലൊക്കെ പട്ടിയെ കയറ്റിവിടും, അടുപ്പിക്കത്തില്ലായിരിക്കും അല്ലേ? അവർക്ക് പറ്റത്തില്ല, എന്തോ പ്രശ്നം ഉണ്ടെന്നാ പറയുന്നത്. ഇവിടെ ആയതുകൊണ്ട് നീ കിടക്കാൻ പറ്റുന്നു, അപ്പുറത്താണ് കിടക്കാൻ. അമ്പലത്തിലും കിടക്കാം, അമ്പലത്തിന്റെ ചുറ്റും കാണും പട്ടിയൊക്കെ. പക്ഷെ മുസ്ലിം പ്രദേശത്തൊന്നും അങ്ങനെ പട്ടി ഹറാം ആയതുകൊണ്ട് പാവപ്പെട്ട ഈ ജീവിക്ക് ചിലപ്പോ അവിടെ കിടക്കാൻ പറ്റിയില്ലെന്ന് വരും. ആരുടെ കുഴപ്പമാ? ഗവാദിന്റെ ഹറാമി അച്യുത് മാമ സാത്തേ സാത്തേ. ഓ അന്ത ഖൽബിന്റെ ഇത് കൊള്ളാം. പട്ടിക്ക് കയറി കിടക്കാൻ ഈ ബിൽഡിംഗ് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല. നല്ല ഉദ്ദേശത്തോടുകൂടി പണിത ബിൽഡിംഗ് ആണെന്ന് തോന്നുന്നു. അയ്യോ, നല്ല ഉദ്ദേശമൊക്കെ ആണ്. പക്ഷെ എന്ത് ചെയ്യാനാ? പക്ഷെ പട്ടികളെ ഹറാമാക്കിയ ഉദ്ദേശം അത്ര നല്ല ഉദ്ദേശമൊന്നുമല്ല. അത് ആരുടെ ഉദ്ദേശമാണേലും അത്ര നല്ലതല്ല. അങ്ങനെ കുറച്ച് പോരായ്മകള് ഈ മതത്തിനുണ്ട്. മുഹമ്മദിന് ആ ഒരു പ്രശ്നമുണ്ട്, അതൊരു പോരായ്മയാണ്. പുള്ളിക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ട്, പുള്ളിക്ക് എന്തെങ്കിലും പറ്റിയെന്ന് പറഞ്ഞുകൊണ്ട് നാട്ടുകാർക്ക് മൊത്തം എടുക്കരുതെന്ന് പറയുന്നത് ശരിയല്ലേ? അതൊരു പോരായ്മയാണ്, അതൊന്നും പറയാതിരിക്കാൻ പറ്റില്ല. പിന്നെ പന്നി ഇറച്ചി, അതും ഒരു മണ്ടത്തരമാണ്. പിന്നെ ഹലാല്, ഇങ്ങനത്തെ ഊളത്തരങ്ങളുണ്ട്. പിന്നെന്താ സുന്നത്ത്, കോമഡി പീസുകളാ ശരിക്കും. അതൊക്കെയാണ് കോമഡി. അതൊക്കെ ഒന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ വലിയ പ്രശ്നമില്ല. സാധാരണക്കാർക്ക് ഇതേപോലെ ഒന്ന് കിടക്കാം, എവിടെയെങ്കിലും സമാധാനമായിട്ട് കിടക്കാം. കൂടുതൽ പീസാവാതെ പീസായിട്ട് കിടക്കാം. എല്ലാം പീസാക്കും. അതൊക്കെ സമാധാനത്തിന്റെ ഒരു പ്രത്യേകത. പറയാതിരിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്. അത് ഇത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. സാധാരണക്കാരായ മനുഷ്യര് അതൊന്നും പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ ജീവിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇതുങ്ങൾക്കൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഈ പാവങ്ങൾ കിടക്കുന്നുണ്ട്, എന്ത് ഒരു കുഴപ്പമില്ല, ആരും കടിക്കുന്നില്ല. ഈ പള്ളിയിലൊക്കെ എന്താ ആൾക്കാർ വരാത്ത സ്ഥലമാണ്. എല്ലാവരും അടി ആരും കടിക്കാൻ ഇങ്ങോട്ട് ഇറങ്ങി വന്നാൽ പോലും അതൊന്നും കടിക്കത്തൊന്നുമില്ല. പട്ടിയൊന്നും അങ്ങനെ കടിക്കുന്ന ജീവികളൊന്നും അല്ല. പിന്നെ ആനയുടെ കേസ് കണ്ടില്ലേടോ? പക്ഷേ ആനയെ പുറത്തൊക്കെ രാജ്യങ്ങളിൽ ഇണക്കി നല്ല മെരുക്കല്ല ഇണക്കി സൂപ്പർ കമ്പനി ആയിട്ടാണ് വളർത്തുന്നത്. ഇവിടെ ആനയായിട്ട് തല്ലി ആ പാപ്പാനെ ചവിട്ടിക്കൊല്ലുന്ന ആനയൊക്കെ ഇവിടെ ഉള്ളൂ. വിദേശ രാജ്യങ്ങളിൽ ആനയുണ്ട്, പക്ഷെ അവിടെ ഒന്നും ഇങ്ങനെ ചവിട്ടിക്കൊല്ലേണ്ട ആവശ്യമില്ല. പക്ഷെ കറുത്ത പട്ടിയാ കേട്ടോ, കറുത്ത പട്ടിയെ കണ്ടാ കൊല്ലണമെന്നോ നബി പറഞ്ഞേക്കുന്നത്. ഇത് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്ന വിഷയമാണല്ലോ. ഈ പള്ളി കയറ്റി ഈ പട്ടിയെ കിടത്തുക എന്ന് പറഞ്ഞാൽ ഇസ്ലാം മതനിന്ദയാണ്. കാരണം തല്ലിക്കൊണ്ടുള്ള പട്ടിയെ സംരക്ഷിച്ചിരിക്കുന്നു, മനസ്സിലായില്ലേ? കറുത്ത പട്ടിയെ കണ്ട കൊല്ലണമെന്നൊക്കെ നബി പറഞ്ഞിട്ടുണ്ട്. എന്തോ ഉദ്ദേശിച്ചാണെന്ന് മനസ്സിലായിട്ടില്ല നബിയുടെ ഒരു കാര്യം. അത് തന്നെ, കരിമ്പൂച്ച കുറുകച്ചാടിയ പ്രശ്നമുള്ള മണ്ടത്തരങ്ങൾ പറയുമ്പോ അതൊക്കെ വിശ്വസിച്ചിട്ട് ഇതിനെയൊക്കെ തല്ലി കൊന്നവൻ കാണത്തില്ലേ? അത്ര വിവരം കെട്ടവന്മാര് കാണത്തില്ലേ? അവരോട് ഇതൊക്കെ പറയാവോ? ബുദ്ധിയും ബോധവും വെളിവും ഒക്കെ വന്ന സമയമായി കഴിഞ്ഞപ്പോ ശരിയാ, കുഴപ്പമില്ല, വിദ്യാഭ്യാസമൊക്കെ കിട്ടിയ മനുഷ്യര്. മറ്റേന്ന് വെച്ചാൽ ഇതാണ് ആകെയുള്ള വിദ്യാഭ്യാസം, മനസ്സിലായില്ലേ? ഖുർആൻ മാത്രം പഠിച്ച ആൾക്കാർക്ക് ഇത് വല്ലതും കാണാൻ പറ്റും? പട്ടി കറുത്തു പോയാൽ അതിനെ തല്ലി വെട്ടിക്കൊല്ലുകയൊക്കെ ചെയ്യും. അത്ര ബുദ്ധി ഇല്ലാത്തവന്മാരെ ഇങ്ങനത്തെ മണ്ടത്തരം പഠിപ്പിച്ച് വിട്ടേക്കുക. അത് ശരിക്കും മണ്ടത്തരം തന്നെയാണ് കേട്ടോ. ഖുർആനിൽ അങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ, നബി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഹാമണ്ടത്തരം, ലോകമണ്ടത്തരം.
ഇത്തരം മണ്ടത്തരങ്ങളുള്ള ഈ പുസ്തകമൊക്കെ പഠിച്ചിട്ട് വരുന്നവനെ പണ്ഡിത എന്ന് വിളിക്കുന്നത് ഒരു ഗതികേടുമായിരിക്കും. മതപണ്ഡിതൻ, ഈ പൊട്ടത്തരം പറയുന്നവനെയൊക്കെ മതപണ്ഡിതൻ ആരെങ്കിലും വിളിക്കുവോ? കുരിശ് നല്ല രസമുണ്ട് കേട്ടോ. ഈ കുരിശ് കാണാൻ മണ്ടയ്ക്ക് കുരിശ് കാണും കേട്ടോ. ഇത് കണ്ടോ കിടിലൻ. ഇതില്ല, അത് രാത്രി കത്തും. കത്തുവോ? ഓ, അവ രാത്രി വന്നിട്ട് ഇത് കത്തുന്ന അടുത്ത ഷോട്ട്.